ഫെബ്രുവരി 23 സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലനും സുവിശേഷകനുമായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചതും പിന്നീട് സ്മിർനായിലെ ആദ്യ മെത്രാനായി വാഴിച്ചതും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയായിരുന്നു. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്മിർനായിലെ മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ പോളികാർപ്പിനെയാണെന്ന് കരുതപ്പെടുന്നു. 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സഭയുടെ പ്രവൃത്തികൾ വ്യാപിക്കുന്നതിലും ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലും പോളികാർപ്പ് ഏറെ ശ്രദ്ധ വച്ചിരുന്നു. മെത്രാൻ എന്ന നിലയിൽ പോളികാർപ്പ് നിരവധി ഇടയ ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനമാണ് മാത്രമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. മാർക്കസ് അന്റോണിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവഹിതം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ചു. വന്ധ്യനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി. യേശുവിനെ ദുഷിച്ചു പറയാൻ പ്രൊക്കോൺസോൺ ആജ്ഞാപിച്ചു. പോളികാർപ്പ് അപ്രത്യുത്തരമായി 86 വർഷം ഞാൻ യേശുവിനെ സ്നേഹിച്ചു, സേവിച്ചു. അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാൻ അവിടുത്തെ എന്നെ ദുഷിച്ചു പറയും. അവിടുന്നാണ് എൻ്റെ ന്യായാധിപൻ. ഇത് കേട്ട് കുപിതനായ പ്രൊക്കോൺസോൺ പോളികാർപ്പിനെ ജീവനോട് ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയും ചിതയിൽ നിന്നും സുഗന്ധം വീശുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തെ കുന്നം കൊണ്ട് കുത്തിക്കൊന്നു. അപ്രകാരം പോളികാർപ്പ് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു.